ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഔഷധങ്ങളുടെ കലവറയായ ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുക്കുറ്റി. ആയുർവേദ വിധിപ്രകാരം നമ്മുടെ ശരീരത്തിലെ വാതപിത്ത കഫരോഗങ്ങളെ നീക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത സസ്യമാണിത്. വൃദ്ധന്മാരെപ്പോലും ചെറുപ്പമാക്കും എന്ന് പഴമക്കാർ പറയുന്ന ഈ സസ്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉന്മേഷം നൽകാനും ശാരീരിക തളർച്ച മാറ്റാനും സെക്ഷൽ സ്റ്റിമുലേഷൻ വർദ്ധിപ്പിക്കാനുമൊക്കെ ഒരു മികച്ച ഔഷധം കൂടിയാണിത്. അതുപോലെ ഒരുപാട് സ്ത്രീ രോഗങ്ങൾക്ക് പരിഹാരമാണ് ഈ മുക്കുറ്റി ലേഹം. പ്രത്യേകിച്ച് PCOD കാരണം ഹോർമോണിൽ ചേഞ്ചസ് ഉണ്ടാവുക, ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവുക, ഈ പറയുന്ന ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ മുക്കുറ്റി ലേഹം കഴിക്കുന്നത് കൊണ്ട് മാറ്റാനായിട്ട് പറ്റും. ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമ്മുടെ എല്ലാം മുറ്റത്തും പറമ്പിലുമൊക്കെ മുക്കുറ്റി ധാരാളമായി വളർന്നു നിൽക്കുന്ന സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മുക്കുറ്റി പറിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മുക്കുറ്റി ലേഹ്യം തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ മുക്കുറ്റി ലേഹ്യം തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുക്കുറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലേഹ്യം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മുക്കുറ്റി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. മുക്കുറ്റി ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുക്കുറ്റി വേര് മുതൽ പൂവ് വരെ സമൂലമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഈ മുക്കുറ്റിയിലെ മണ്ണൊക്കെ നല്ലതുപോലെ കഴുകിയെടുക്കുക. അതുപോലെ തന്നെ പ്രാണികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ മുക്കുറ്റിയിലെ മണ്ണൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഇലയും പൂവും കായൊക്കെ ഒരു കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇല കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തണ്ടും വേരും ഒരു ഇടികല്ല് കൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുക. ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും, നല്ലതുപോലെ അരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രമേഹമുള്ളവർക്കൊക്കെ ഈ മുക്കുറ്റി നല്ലൊരു മരുന്നാണ്. പ്രമേഹമുള്ളവർ 2-3 മുക്കുറ്റി സമൂലം എടുത്ത് ചതച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് പ്രമേഹം കൺട്രോളിൽ വരാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ മുക്കുറ്റി മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ മുക്കുറ്റി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇതൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കുക. നമുക്കിതിൻ്റെ നീര് മാത്രമാണ് വേണ്ടത്, ചണ്ടി ആവശ്യമില്ല, അത് നമുക്ക് കളയാം. നമ്മുടെ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ ഈ മുക്കുറ്റി 2 തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ നമ്മളെടുത്ത മുക്കുറ്റി മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ നമുക്ക് ആ നീര് മുഴുവനായിട്ടും കിട്ടും. നമുക്കിതിൻ്റെ നീര് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇത്രയും മുക്കുറ്റി നീരാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ ചെറിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണി അടുപ്പമുള്ള നമ്മൾ ചായക്ക് അരിച്ചെടുക്കുന്ന അരിപ്പയില്ലേ അതിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ മുക്കുറ്റി നീരൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 1-ാം പാൽ 1 കപ്പും 2-ാം പാൽ 2 കപ്പുമാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പനഞ്ചക്കരയാണ്. അപ്പോൾ ഞാനിവിടെ 350 ഗ്രാം പനഞ്ചക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് പനഞ്ചക്കര ഇല്ലെങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതി, പക്ഷേ ഏറ്റവും നല്ലത് പനഞ്ചക്കര എടുക്കുന്നതാണ്. അപ്പോൾ ചക്കര നല്ലതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഉരുളിയോ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഈ ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത പനഞ്ചക്കര ഒരു സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക.
ഇപ്പോൾ പനഞ്ചക്കര ഉരുളിയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളിയിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ ഇത് കട്ട കുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും രണ്ടാം പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ അരിപ്പൊടിയും രണ്ടാം പാലും ചക്കരയും കൂടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നിങ്ങളിത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുക്കുറ്റി നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. അതുവരെ ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രസവാനന്തര രക്ഷയ്ക്കായി മുക്കുറ്റി ലേഹം കഴിക്കുന്നത് നമ്മുടെ നാടൻ വൈദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ PCODയുടെ പ്രശ്നങ്ങൾ കാരണം ഹോർമോൺ വ്യതിയാനങ്ങളും ക്രമമല്ലാത്ത ആർത്തവമൊക്കെയായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ലേഹം ഒരു വലിയൊരു ആശ്വാസമാണ്. അതുപോലെ പീരീഡ്സ് സമയത്ത് അമിത രക്തസ്രാവം കുറക്കുന്നതിനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇത് കുറുകി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 ഏലക്കയും ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇത് രണ്ടും പൊടിച്ചെടുത്തതിന് ശേഷം ഈ ലേഹത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ ഇത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ ലേഹത്തിൻ്റെ ഗുണം നഷ്ടമാവും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്ക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുക്കുറ്റി ലേഹം ഉണ്ടാക്കാൻ മാത്രമല്ല ഷുഗറിനും നല്ല മരുന്നാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ മുക്കുറ്റി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കുരുക്കൾ, പ്രത്യേകിച്ച് മുഖക്കുരുവിന്, അലർജി സംബന്ധമായ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടായാൽ, അതുപോലെ കടുന്നലോ പൂച്ചെടിയിലെ ചെറു ജീവികളൊക്കെ കടിച്ചാൽ ആ ഭാഗത്ത് മുക്കുറ്റിയില ചതച്ച് നീരോടുകൂടി തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും. നമ്മളിതിലേക്ക് ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ലേഹം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ എന്നിവ മാറാനും മുക്കുറ്റി സമൂലം ഇടിച്ച് പിഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മുക്കുറ്റി നീരും അതിലേക്ക് തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ 2 പ്രാവശ്യം വെറും വയറ്റിൽ കഴിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ മുക്കുറ്റി ലേഹ്യം പാകമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് കിട്ടേണ്ടത്. ഇത് ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കരുത്, കാരണം ഇത് ചൂടാറി വന്നാൽ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ലൂസിലാവുമ്പോൾ വേണം കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷവും ഇത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഈ ലേഹം ഒരു ദിവസം 1 ടേബിൾ സ്പൂൺ വീതം കഴിക്കുക കേട്ടോ. കുറച്ച് നാൾ ഇത് കൃത്യമായിട്ട് കഴിച്ചാൽ ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മുക്കുറ്റി ലേഹം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലേഹ്യം നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഗ്ലാസിൻ്റെ ജാറുകളിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് കൂടുതൽ ദിവസം പുറത്ത് വെച്ചാൽ ഇത് ചീത്തയായി പോവും. അതുകൊണ്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ബൗളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം കഴിക്കുക കേട്ടോ. അതുപോലെ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം കേട്ടോ ഈ ലേഹ്യം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തും പറമ്പിലുമുള്ള മുക്കുറ്റി ഒന്നും തന്നെ കളയാതെ ഇതുപോലെ ലേഹം ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്